ഹലോ നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ കാണിക്കുന്നത് തൃശ്ശൂരുള്ള എൻ്റെ വീടിൻ്റെ പരിസരവും പിന്നെ വീട്ടിൽ ഇപ്പോൾ അമ്മ, അനിയൻ, അനിയത്തി, അനിയൻ്റെ വൈഫ് കേട്ടോ, അനിയൻ്റെ വൈഫ് പിന്നെ മോളുമാണുള്ളത്. അപ്പോൾ അവരെയൊക്കെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. ഇതുവരെ ഞാൻ അവരെയൊന്നും കാണിച്ചിട്ടില്ലായിരുന്നു. അമ്പലത്തിൽ പോകാൻ വേണ്ടിയിട്ട് വീട്ടിൽ വന്നതാണ്. അപ്പോൾ ഇന്ന് തന്നെ തിരിച്ചു പോകും കേട്ടോ. അനന്തു വന്നിട്ടില്ല. രാവിലെ അനന്തുവിന് വെളുപ്പിനാണ് സ്കൂളിൽ നിന്ന് ടൂറ് പോകുന്നത്. അപ്പോൾ അനന്ത് വന്നാൽ അവന് ടയേർഡാവും എന്ന് പറഞ്ഞിട്ട് അനന്ത് വന്നില്ല അമ്പലത്തിൽ പോകാനായിട്ട്. അപ്പം ഞങ്ങൾ മാത്രമേ ഉള്ളൂ. എത്രയൊക്കെ നമ്മൾ എവിടെ പോയാലും തിരിച്ച് നമ്മൾ ജനിച്ച് നമ്മുടെ വീട്ടിലെത്തുമ്പോൾ നമുക്ക് വല്ലാത്തൊരു ഫീലിംഗ് ആണല്ലേ. വേറെ എവിടെയോ എത്തിയൊരു ഫീലിംഗ്, വല്ലാത്തൊരു ഫ്രീഡം, ഭയങ്കര മനസ്സിന് വല്ലാത്തൊരു സന്തോഷം. എന്നെപ്പോലെ നിങ്ങൾക്കും ഉണ്ടായിട്ടുണ്ടാവും. ഒരുവിധം എല്ലാവർക്കും ഇങ്ങനെ തന്നെ ആയിരിക്കും നമ്മുടെ സ്വന്തം വീട്ടിലെത്തുമ്പോഴുള്ള ഒരവസ്ഥ അല്ലേ. ഇതാണ് എൻ്റെ അനിയൻ മഞ്ജുഹാസ പണിക്കർ. മലയ്ക്ക് പോകാൻ വേണ്ടിയിട്ട് മാല ഇട്ടിരിക്കുകയാണ് കേട്ടോ. അപ്പം ഞാൻ വീഡിയോ എടുക്കുന്നത് അവർക്കൊരു ചമ്മല് ചിരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ എന്താ പറയുക, അങ്ങനെ ഒരു കുറച്ച് മുടിയുള്ള അതും ചീപ്പോണ്ട് അതും ഇരിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. വീടിൻ്റെ ഉള്ളിൽ കയറുമ്പോൾ ദാ ഇവിടെ മൊത്തം വരച്ചിട്ടുണ്ട് കേട്ടോ. ഇവിടെയൊക്കെ അക്ഷര വരച്ചിട്ടിരിക്കുന്നതാണ് കേട്ടോ. അക്ഷര പിന്നെ ബബ്ലു എല്ലാരും വരച്ചിട്ടതുണ്ട്. ഇത് അക്ഷരയുടെ ഡ്രോയിങ്, ബബ്ലു ഉണ്ട്, അക്ഷരയുടെ ഡ്രോയിങ്സ്. അനന്തു അപ്പോഴത്തേക്ക് ശരിയായില്ലേ. ഇത് അമ്മ എവിടെ 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 നോക്ക്, ഇവിടെ നോക്ക്, ഇവിടെ നോക്ക് അമ്മ. വീഡിയോ എടുക്കണേ. ഇതമ്മ. ഒന്നുമില്ല, ആരുമില്ല, ഞാൻ വീഡിയോ എടുക്കണതാ. ഇത് ചിഞ്ചു മഞ്ജുഹാസ പണിക്കരാണ്. അതെ, അവര് ഞങ്ങക്ക് ചായ ഉണ്ടാക്കണേ. ഞങ്ങളിപ്പോ തന്നെ പോവും. ഇതാണ് എൻ്റെ വൈഫാണ് കേട്ടോ. വീഡിയോ എടുക്കാൻ സമ്മതിക്കുന്നില്ല. ചിഞ്ചുവിൻ്റെ ഗാർഡൻ വീഡിയോ എടുക്കുക, എന്നിട്ട് അത് യൂട്യൂബിൽ ഇടുമെന്ന് പറയാണ് കേട്ടോ എന്നോട്. അപ്പം അത് കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പുറത്തേക്ക് പോകുന്നുണ്ട്. ഇതാണ് ചിഞ്ചുവിന്റെ പൂന്തോട്ടം. ചിഞ്ചു സെറ്റ് ചെയ്തതാണെന്നാണ് പറയുന്നത് കേട്ടാ. ഫുള്ള് മണി പ്ലാന്റ് ഒക്കെ വെച്ച്, മണി പ്ലാന്റ് അല്ലേ ഇതെന്താണ്, 10 മണിയൊക്കെ വെച്ചിട്ടുണ്ട്. നിറയെ 10 മണി, പിന്നെ കുറെ ചെടികൾ വെച്ചിട്ടുണ്ട് കേട്ടാ. ഇവിടെ ആദ്യം ഒരു പുളിയായിരുന്നു. ആ പുളിയും ഒരു കണിക്കൊന്ന ഉണ്ടായിരുന്നു. അതിനൊക്കെ ഒരു വെട്ടിക്കളഞ്ഞിട്ട് ഇവിടെ പൂന്തോട്ടം സെറ്റ് ചെയ്തിരിക്കണം. പിന്നെ ഇവിടെ നമ്മൾ ഇതിനെ പറയുന്നത് കാശിത്തുമ്പ എന്നാണ് കേട്ടോ പറയാ. ഇനി വേറെ എന്തെങ്കിലും പറയുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഇവിടെ കുറെ അങ്ങനെ വെച്ചിട്ടുണ്ട്, കുറെ ഉണ്ട് അദീനച്ചെടി. ഇതാണ് ചായ. പീസ് പരിപ്പ്. ഇതുകൊണ്ടാണ് നമ്മൾ പരിപ്പ് കുത്തിക്കാച്ചത്. അതിപ്പോ തിരുവനന്തപുരത്ത് കിട്ടൂല, അതുകൊണ്ട് ഞാൻ ഇവിടെ നിന്ന് മേടിച്ചിട്ട് പോവാണേ പീസ് പരിപ്പ്. പിന്നെ 2 പപ്പടവടയും കൂടെ മേടിച്ച്, ഇത് 3 മേടിച്ചിട്ട് പോകുന്നത്. ഇത് നമ്മൾ വന്നപ്പോ കഴിച്ച സാധനങ്ങൾ. എന്തുണ്ടല്ലോ, ഒരു ഷോർട്ട് ഫിലിമിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട് രജിത. അതില് പോലീസ് ഒക്കെ ആയിട്ട് അഭിനയിച്ചതാണ് രജിത. രഞ്ജിത്തും കൂടെ ഒരു ഷോർട്ട് ഫിലിം ഒക്കെ ഉണ്ടായിരുന്നു. രഞ്ജിത്തിന്റെ വൈഫാണ്, ഗണേശന്റെ ഫ്രണ്ടാണ്. യൂട്യൂബ് ചാനലൊക്കെ ഉണ്ട്. ഇതാണ് ഓഫീസ് റൂമേ. ഇവിടെ ഇരുന്നിട്ടാണ് ജോത്സ്യം നോക്കുന്നത്. ഇവിടെ ഒരു കൃഷ്ണനെ വെച്ചിട്ടുണ്ട്. ഇവിടെ ഇരുന്നിട്ടാണ് ജോത്സ്യം നോക്കുക, വരുന്നവർക്കൊക്കെ നോക്കുക. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ ദേവീനെയും പിന്നെ വിഷ്ണുമായ സ്വാമിനെയും വെച്ചിട്ടുണ്ട്. ഇതാണ് പൂജാ റൂം കേട്ടോ. ഇത് ഇവിടെ മോളില് എന്താ പറയാ, ചെടിയൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് അതുമേല് പന്തല് കെട്ടാൻ വേണ്ടി ഉണ്ടാക്കിച്ചതാണ്. ഇതിപ്പോ ചിഞ്ചു പുറത്തേക്ക് ഇടിപ്പിച്ചു, മറ്റേ ഊഞ്ഞാല് കെട്ടാൻ വേണ്ടിട്ടെന്ന് വെച്ച്, അക്ഷരയ്ക്ക് ഊഞ്ഞാലിടാൻ വേണ്ടിട്ട് അത് പുറത്തേക്ക് ഇടിയിച്ചതാണേ. ഇവിടെയൊക്കെ ഇവര് ക്ലീൻ ആക്കി. അവിടെ എന്തുകൊണ്ടല്ല പോണം. ഇത് ഇവിടെ എന്താ ചിഞ്ചു പറഞ്ഞുതരാനുള്ള ആളെവിടെ? ഇവിടെ അമ്മ കൃഷിക്ക് വേണ്ടിയിട്ട് സെറ്റാക്കിയ സ്ഥലമാണ്.
ഇവിടെ നമ്മ കുറെ സാധനങ്ങൾ വെച്ചിട്ടുണ്ട് കേട്ടാ. കൃഷി, അമ്മയുടെ കറിവേപ്പില വളരുന്നുണ്ട്, പിന്നെ കുരുമുളക് ഉണ്ട്, കുറെ സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടാ. ഒരു പുളി ഉണ്ട് കേട്ടാ, ഇരുമ്പാമ്പുളി കണ്ടോ? ആണ് എന്റെ വീട്ടിൽ ഇരുമ്പാമ്പുളി. അബ്ലു യദു. ഇതാണ് മാളികപ്പുറം അക്ഷരദേവി തമ്പുരാട്ടി. ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ വീട്ടിൽ പോയപ്പം വീടും പിന്നെ എല്ലാവരെയും ഒന്ന് കാണിക്കണം എന്ന് തോന്നി, അതുകൊണ്ട് കാണിച്ചതാണ് കേട്ടോ. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവരും നന്നായിരിക്കുക, എല്ലാവരും സുഖമായിട്ടിരിക്കുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. നന്ദി, നമസ്കാരം.